ഇതാ വയനാട്ടിലെ ലീഗിന്റെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലീഗ് അവിടെ ഭൂമി വാങ്ങിയത് എത്രമാത്രം ഇരട്ടി വിലയ്ക്കാണ് എന്നിപ്പോൾ സ്ക്രീനിലെ ബ്രേക്കിംഗിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഭൂമി ഈ ദുരന്തം ബാധിച്ച മനുഷ്യരുടെ പേരിൽ ഏതൊക്കെ തരത്തിലാണ് തട്ടിപ്പുകൾ നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ വലിയ തട്ടിപ്പും അതിന്റെ ആക്ഷേപങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ പുറകെയാണ് ഇപ്പോൾ UDF-നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ലീഗിന്റെ തട്ടിപ്പും പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആ പ്രദേശത്ത് 22,956 രൂപ സെന്റിന് വിലയുള്ള ഭൂമി ലീഗ് വാങ്ങിയത് ഒരു സെന്റിന് എത്ര രൂപയ്ക്കാണെന്ന് പ്രേക്ഷകർക്ക് അറിയുമോ? ഒരു സെന്റിന് 1,20,20,000 രൂപയ്ക്ക്. അതായത് ഏകദേശം 5 ഇരട്ടിക്കടുത്ത് തുക അധികം കൊടുത്താണ് ലീഗ് ഭൂമി വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ 22,956 രൂപ സെന്റിന് വിലയുള്ള ഭൂമി സെന്റിന് 1,20,20,000 നൽകി അവർ വാങ്ങിയത് 3 ഏക്കർ. ആ 3 ഏക്കർ ആരുടെ ഭൂമിയാണെന്ന് അറിയുമോ? ആ ഭൂമി എന്ന് പറയുന്നത് കല്ലങ്കോടൻ മൊയ്തു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി ഈ കല്ലങ്കോടൻ മൊയ്തു ആരാണ്? ഈ കല്ലങ്കോടൻ മൊയ്തു PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു. അതോടൊപ്പം തന്നെ ലീഗ് ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് ഈ കല്ലങ്കോടൻ മൊയ്തു എന്ന് പറയുന്നത്. അപ്പോൾ പിരിച്ച പണം അല്ലെങ്കിൽ മുക്കിയ പണം ചേക്ക് വിട്ട് ഒരിടത്തേക്കും പോയിട്ടില്ല. അത് ലീഗുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൂടെ തന്നെ കറങ്ങുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് മാത്രമല്ല, ഇത് ഒരുപാട് തുകകളുടെ വ്യത്യാസം ഇപ്പോൾ നമ്മുടെ മുന്നിൽ. VP സജന എന്ന് പറയുന്ന ആളിൽ നിന്ന് ഭൂമി വാങ്ങിയത് 1,05,000 രൂപ കൊടുത്തിട്ടാണ്. ഇനി കണ്ടിലേരി ഷംജിത്തിൽ നിന്ന് ഭൂമി വാങ്ങിയത് 1,14,000 രൂപ സെന്റിന് കൊടുത്തിട്ടാണ്. സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഭൂമി വാങ്ങിയത് 98,000 രൂപ സെന്റിന് കൊടുത്തിട്ടാണ്. ഈ പറയുന്ന പ്രദേശത്തൊക്കെ ഭൂമിയുടെ വില എന്ന് പറയുന്നത് 30,000-ൽ താഴെ മാത്രമാണ്. ഒന്ന് ഓർത്തു നോക്കൂ പ്രിയ പ്രേക്ഷകരെ, എത്രമാത്രം വലിയ തട്ടിപ്പാണ് ഇവർ ഈ സമൂഹത്തോട് ചെയ്തിരിക്കുന്നതെന്ന്. ജോഷില വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ജോഷില, ഗുഡ് മോർണിംഗ്. ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ജോഷില ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ നാട്ടിലെ മനുഷ്യരുടെ കയ്യിൽ നിന്ന് 40 കോടിയോളം പിരിച്ചിട്ട് ആ പണം വച്ച് ചെയ്ത വലിയ ക്രമക്കേടിന്റെയും തെമ്മാടിത്തരത്തിന്റെയും വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. 22,000 രൂപയുടെ ഭൂമി വാങ്ങിയിരിക്കുന്നത് 1,20,000-ഓളം രൂപ കൊടുത്തിട്ട്. ഈ നാട്ടിൽ മണ്ണിനടിയിൽ പോയ പാവപ്പെട്ട മനുഷ്യരെയാണ് ജോഷില ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും മനു പറഞ്ഞ യാഥാർത്ഥ്യം, അതായത് മണ്ണിനടിയിൽ പോയ മനുഷ്യരുടെ പേര് പറഞ്ഞ് 40 കോടി രൂപയോളമാണ് ലീഗ് പിരിച്ചത്. ഈ പിരിച്ച തുകയാണ് ലീഗ് നേതാക്കൾ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത്. അന്ന് നമ്മൾ പുറത്തുവിട്ട തോട്ടം ഭൂമിയാണ് എന്നുള്ള സർവേ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടപ്പോൾ ലീഗ് വൈകുന്നേരത്തോടുകൂടി വെപ്രാളപ്പെട്ട് മീറ്റിംഗ് പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി. പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ കാര്യം അത് വ്യാജ വാർത്തയാണ് എന്നുള്ള രീതിയിലേക്കാണ്. എന്നാൽ വ്യാജ വാർത്തയല്ല, തോട്ടം ഭൂമിയാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ ഹാജരാക്കിക്കൊണ്ടാണ് നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ലീഗിന്റെ മറ്റ് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എത്രമാത്രം വഞ്ചനയാണ് ലീഗ് പ്രവർത്തകരോടും അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതരോടും ചെയ്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. 30,000 രൂപയിൽ താഴെ 22,956 രൂപ മാത്രം സെന്റിന് വരുന്ന ആ തോട്ടം മേഖലയിൽ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് ഭാഗത്ത് ആകെ സെന്റിന് വില വരുന്നത് 22,956 രൂപ മാത്രമാണ്. ആ സെന്റിന് വരുന്ന ആ സ്ഥലമാണ് ലീഗ് ഇപ്പോൾ 1.12 ലക്ഷം രൂപ സെന്റിന് കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ലീഗിന്റെ അഭിഭാഷകനായ ലീഗിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, നിയമപരമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ മൊയ്തു എന്ന് പറയുന്ന ആളാണ്. അയാൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണ്. ഇയാളാണ് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി വീട് നിർമ്മിക്കുന്ന നിർമ്മാണ സമിതിയിൽ, ലീഗിന്റെ നിർമ്മാണ സമിതിയിൽ അംഗം കൂടിയാണ് ഇദ്ദേഹമാണ് മറ്റ് ഭൂമികളൊക്കെ തന്നെ ലീഗ് നേതൃത്വം കണ്ടെത്തിയപ്പോൾ അതൊക്കെ തന്നെ തോട്ടം ഭൂമിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി ലീഗ് നേതാക്കളെ നിർബന്ധിച്ചത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭൂമി തന്നെ ലീഗിന് വിൽക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ലീഗ് നേതൃത്വം ഇതറിയാതെയല്ല വാങ്ങിയത്, ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം വാങ്ങിയതാണ്. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ അടക്കം പരിചയക്കാരുടെയും തൽപര കക്ഷികളുടെയും ഭൂമി കൂടിയാണ് ഇവിടെ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പട്ടികയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കല്ലങ്കോടൻ മൊയ്തുവിന്റെ 3 ഏക്കർ ഭൂമിയാണ് 1.2 ലക്ഷം രൂപ നിരക്കിൽ വാങ്ങിയിരിക്കുന്നത്. സെന്റിന് 1.2 ലക്ഷം രൂപ നിരക്കിലാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ VP ഷംലയിൽ നിന്ന് സെന്റിന് 1.16 ലക്ഷം രൂപയും VP സജനയിൽ നിന്ന് 1.05 ലക്ഷം രൂപയുമാണ് സെന്റിന് വില വെച്ച് ഇവർ വാങ്ങിയിരിക്കുന്നത്. കണ്ടിലേരി ഷംജിത്തിൽ നിന്ന് 1.14 ലക്ഷം രൂപ, സുനിൽകുമാറിൽ നിന്ന് 98,000 രൂപ. ഈ രീതിയിലാണ് കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിൽ
രജിസ്റ്റർ ചെയ്ത ആധാരമാണിത്. നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിൽ പുറത്തുവിട്ട എത്ര ലക്ഷം രൂപ കൊടുത്താണ് ഇവർ സെന്റിന് എത്ര ലക്ഷം രൂപ കൊടുത്താണ് ഭൂമി വാങ്ങിയത് എന്നുള്ളതിന്റെ തെളിവുകളാണിത്. ഈ ഭൂമി വില നിരക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് നേതൃത്വം അംഗീകരിച്ചത് എന്നുള്ളതാണ്. പിരിച്ചു കിട്ടിയ തുക മുഴുവനായും ലീഗ് നേതൃത്വം തന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് ലീഗിന്റെ യഥാർത്ഥ മുഖം. ഇതുവരെ ഈ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ ഈ വെട്ടിച്ച തുകയൊന്നും ലീഗുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കാരണം ഇപ്പോൾ ഈ ലീഗുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരുടെ ഭൂമികളാണല്ലോ ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത്. ഒന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കല്ലങ്കോടൻ മൊയ്തു, ഒപ്പം തന്നെ ലീഗിന്റെ വീട് നിർമ്മാണ സമിതിയിലെ അംഗം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ സ്വന്തക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിനെ പോലും വിറ്റു കാശാക്കുന്ന ഏറ്റവും ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. മനു, മറ്റൊരു കാര്യം, ഈ മൊയ്തുവിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ സ്ഥലമാണ്. 2004 ഈ ഒരു സ്ഥലത്തിന് ഉണ്ടായിരുന്ന വില എന്ന് പറയുന്നത് 2024 മെയ് 22 എന്ന രജിസ്ട്രേഷനിൽ 22,956 രൂപ. മൊയ്തുവിന്റെ 3 ഏക്കറിന് മാത്രം യഥാർത്ഥ വിലയേക്കാൾ 2.98 കോടി രൂപ അധികം നൽകിയിരിക്കുകയാണ്. എന്നാൽ റീസർവേ നമ്പർ 177 ഉൾപ്പെട്ട 4 സെന്റ് 60,000 രൂപയ്ക്ക് കഴിഞ്ഞ മാർച്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണിത്. സെന്റിന് 15,000 രൂപ മാത്രമാണ് അന്ന് വിലയുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആയതേ ഉള്ളൂ. ആ സമയം ആവുമ്പോഴേക്കാണ് 1.12 ലക്ഷം രൂപയ്ക്ക് സെന്റിന് വെച്ചുകൊണ്ട് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് 15,000 രൂപയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് 1.12 ലക്ഷം രൂപയ്ക്കാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു. ഇത് അതൊന്നുമല്ല, 5-6 ഇരട്ടി കടന്നു പോയിരിക്കുകയാണ്. 22,000 ഇപ്പൊ ജോഷ്ല പറഞ്ഞതുപോലെ മെയ് മാസത്തിൽ 15,000 ആയിരുന്നു. അതിനുശേഷം പിന്നീട് കുറച്ചുകൂടെ തുക കൂട്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് 1,20,000 എന്ന് പറയുമ്പോൾ 22,000 എത്ര ഇരട്ടി വരും? ഏകദേശം 5 ഇരട്ടിക്ക് മുകളിൽ വരില്ലേ? അല്ലെങ്കിൽ 5 ഇരട്ടിയോളം വരില്ലേ? ലീഗിന് മാത്രം എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ലീഗ് വാങ്ങുന്ന ഭൂമിക്ക് മാത്രം ഈ വില ഇരട്ടിച്ചു പോകുന്നത്? നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന്. അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ശാസ്ത്രീയമായ തട്ടിപ്പ് എന്ന് പറയേണ്ടി വരും. മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസുകാർ നാട് നീളം പിരിച്ചു പറ്റിച്ചു. ഇവിടെ ഇതാ ശാസ്ത്രീയമായി തട്ടിപ്പ് നടത്തി പറ്റിച്ചിരിക്കുന്നു. തട്ടിപ്പിന്റെ പല വിധത്തിലുള്ള വേർഷനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലീഗിന്റെ മനുഷ്യത്വപരമായ മുഖം എന്ന് പറയുന്നത് ഇതാണ്. ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ള മനുഷ്യത്വപരമായ മുഖമാണ് ലീഗ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് മനു സൂചിപ്പിച്ചാണ് യഥാർത്ഥ കാര്യം. ശാസ്ത്രീയമായി പറ്റിക്കുക എന്നുള്ള രീതിയിലേക്ക് ലീഗ് മാറിയിരിക്കുന്നു. വിലയധികം കാണിച്ച് ആളുകളെ പറ്റിച്ച് 12 കോടിയിലധികം രൂപയാണ് ഈ 40 കോടി പിരിച്ചെടുത്തതിൽ 12 കോടിയിലധികം രൂപയാണ് ഭൂമിക്ക് മാത്രമായി അവിടെ ചെലവഴിച്ചത്. ഇത് ഇവരുടെ വീട് വെക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ട തുകയാണ് ഇത്തരത്തിൽ ഭൂമി തട്ടിപ്പ് നടത്തിയിട്ട് ഇവർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പണം എവിടേക്ക് പോകുന്നു? ലീഗിന്റെ പോക്കറ്റിലേക്ക് തന്നെ പോകുന്നു. ദുരന്തത്തെ മുതലെടുക്കുന്ന ലീഗുകാർ എന്ന് വേണം പറയാൻ. അത് സ്നേഹത്തിന്റെയോ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെയോ ഭാഷ എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് ലീഗ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ ഇതുവരെ പറഞ്ഞ മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഭാഷ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ലീഗ് അവരെ മാത്രമല്ല പറ്റിച്ചിരിക്കുന്നത്. ദുരന്ത ബാധിതരായ 105 പേർ വീട് കാത്തു നിൽക്കുകയാണ്. ടൗൺഷിപ്പിൽ 87 പേർ ഈ വീട് ലഭിക്കേണ്ടവരാണ്. അതായത് സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിൽ 87 പേരുടെ ലിസ്റ്റ് ഉണ്ട്. ഈ 105 പേരിൽ 87 പേരുടെ ലിസ്റ്റ് ഉണ്ട്. അവർക്ക് ഈ നവംബറോടുകൂടി വീട് ലഭിക്കേണ്ടതാണ്, സർക്കാരിന്റെ വീട് ലഭിക്കേണ്ട. അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ വിശ്വസിച്ച് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും വാങ്ങിച്ചിട്ട് മാറി നിൽക്കുന്നവരാണ് ഈ 87 പേർ. ഇവർ ആകെ ആശങ്കയിലാണ്. സർക്കാരിന്റെ വീടും ലഭിക്കില്ലേ, ലീഗിന്റെ വീടും ലഭിക്കില്ലേ എന്നുള്ള ആശങ്കയിലേക്ക് ദുരന്തബാധിതരെ തള്ളിവിടുന്ന, ദുരന്തബാധിതർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ആകെ പ്രതീക്ഷ ഈ വീട് ലഭിക്കും എന്നുള്ളതാണ്. ആ വീട് പോലും ലഭിക്കില്ലേ? ആഗസ്റ്റ് മാസത്തോടു കൂടി സർക്കാർ നൽകുന്ന ഇവരുടെ വാടക അവസാനിക്കും. അത് കഴിഞ്ഞാൽ, അതായത് ആഗസ്റ്റ് മാസത്തോടുകൂടി സർക്കാർ പുതിയ വീട് മറ്റുള്ളവർക്ക് നൽകും ടൗൺഷിപ്പിൽ. അതോടുകൂടി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഈ ദുരന്ത ബാധിതർ എന്നുള്ളതാണ്. മനു.